ഇപ്പൊ അങ്ങ് പാല് കുടിച്ചല്ലേ ഉള്ളൂ, 20 മിനിറ്റ് പോലും ആയിട്ടില്ല. ഈ കൊച്ചു എന്തിനാ ഇനി ഇങ്ങനെ കിടന്ന് കരയുന്നേ? ഇതുപോലുള്ള സമയത്താണ് മിക്ക അമ്മമാരും തന്റെ പാല് കുഞ്ഞിന് തികയുന്നില്ല എന്നുള്ള കൺക്ലൂഷനിൽ എത്തുന്നത്. ഇത് നിങ്ങളുടെ പാല് കുറവായിട്ടുള്ള ലക്ഷണമൊന്നുമല്ല. ഇതിന്റെ പേരാണ് ക്ലസ്റ്റർ ഫീഡിങ്. ചില സമയത്ത് കുഞ്ഞുങ്ങൾ പാല് കുടിച്ച് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ വീണ്ടും പാലിന് വേണ്ടിയിട്ട് കിടന്ന് കരയുന്ന കാണാറുണ്ട്. ഇത് കൂടുതലായിട്ടും കാണുന്നത് വൈകുന്നേരങ്ങളിലും രാത്രികളിലുമാണ്. മിക്കപ്പോഴും കുഞ്ഞുങ്ങൾ അവരുടെ ഗ്രോത്ത് സ്പേർട്ട്, അതായത് വളർച്ചയുടെ ആ ഒരു ഘടകത്തിലുള്ളപ്പോഴാണ് ഇങ്ങനെ കാണിക്കാറ്. ആ സമയത്ത് അവർക്ക് കൂടുതൽ കാലറി റിക്വയർമെന്റ് വരും. ചില സമയത്ത് അമ്മയുടെ കൂടെ ഇരുന്നുള്ള ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടുമായിരിക്കാം ഇങ്ങനെ ഉണ്ടാവുന്നത്. അതുപോലെ അമ്മയുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ബേബീസ് ഇതുപോലെ ക്ലസ്റ്റർ ഫീഡിങ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ പാല് കുഞ്ഞിന് തികയുന്നില്ല, കുഞ്ഞിന് വിശപ്പ് മാറുന്നില്ല, കുഞ്ഞിന് ഫോർമുല സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ. ക്ലസ്റ്റർ ഫീഡിങ് കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഭാഗമാണ്. കുഞ്ഞ് ഫ്രീക്വന്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യും, ആവശ്യത്തിന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാല് തന്നെ കുഞ്ഞിന് ധാരാളമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞ് അടിക്കടിക്ക് പാല് വെച്ച് കരയുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഇത് ക്ലസ്റ്റർ ഫീഡിംഗ് ആയിരിക്കാം. ഇത് തികച്ചും നോർമൽ ആണെന്ന് മാത്രമല്ല, നിങ്ങളുടെ മിൽക്ക് സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ വേ കൂടിയാണ്.